ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുനമ്പായി മാറുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ വിതരണ പാതയായ ഹോർമുസിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതോടെ മേഖലയിൽ സംഘർഷം 2ാം മാസത്തിലേക്ക് കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാന്റെ ഔദ്യോഗിക കറൻസിയായ റിയാൽ അടിസ്ഥാനമാക്കി ടോൾ ഏർപ്പെടുത്താൻ ഇറാൻ പാർലമെന്റ് സുരക്ഷാ സമിതി തീരുമാനിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. US, ഇസ്രായേൽ കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ ഇറാൻ തങ്ങളെ ഉപരോധിച്ച രാജ്യങ്ങൾക്കും നിയന്ത്രണം ബാധകമാകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന്റെ ഈ നീക്കത്തിന് പിന്നാലെ അതിശക്തമായ യുദ്ധഭീഷണിയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹോർമുസ് തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാന്റെ എണ്ണക്കിണറുകളും ഇലക്ട്രിക് പ്ലാന്റുകളും ഖാർഗ് ഐലൻഡും ബോംബ് വെച്ച് തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാക്കിയ ശേഷമായിരിക്കും ഞങ്ങളുടെ മടക്കം എന്ന ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. സമുദ്രയാത്രകളിലെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സൈനികമായ ഇടപെടൽ നടത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷാ അകമ്പടിയോടെ കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി ഇറാന്റെ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക ഊർജിതമാക്കി. ഇറാന്റെ ആണവ പദ്ധതികളുടെ കേന്ദ്രം കൂടിയായ ഇസ്ഫഹാനിലെ പ്രധാന ആയുധ ഡിപ്പോ ലക്ഷ്യമിട്ട് US, ഇസ്രായേൽ സഖ്യം ഇതിനോടകം ശക്തമായ വ്യോമാക്രമണം നടത്തിക്കഴിഞ്ഞു. അവിടെ നടന്ന വൻ സ്ഫോടനങ്ങളുടെ വീഡിയോ ട്രംപ് തന്നെ നേരിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഏകദേശം 540 കിലോഗ്രാം വരുന്ന ശുദ്ധീകരിച്ച യുറേനിയം ഇറാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത്. 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ ഹോർമുസ് തുറക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ സഖ്യകക്ഷികളെ മുൻനിർത്തി കടുത്ത സൈനിക നീക്കത്തിന് വാഷിംഗ്ടൺ മുതിരും. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോൾ വില കുതിച്ചുയരാനും ആഗോള സമ്പദ് വ്യവസ്ഥ തകിടം മറിയാനും ഈ തടസ്സം കാരണമായിട്ടുണ്ട്. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ അതോ പശ്ചിമേഷ്യ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.